വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന് വാടക അലവൻസ് ലഭിക്കുന്നുവെന്ന വാദം തെറ്റ്. ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് നൽകുന്നില്ലെന്നാണ് വിവരാവകാശ മറുപടി. നിയമസഭാ സെക്രട്ടറിയാണ് മറുപടി നൽകിയത്. മണ്ഡല അലവൻസ് എന്ന നിലയിലാണ് 25,000 രൂപ നൽകുന്നത്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഈ സ്വകാര്യ വ്യക്തികൾക്ക് വാടക നൽകുന്നതിൽ വൻ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇങ്ങനെ ഒരു വിവരം കൂടി പുറത്തു വരുന്നു. വി.കെ. പ്രശാന്തിന് ഇത്തരത്തിൽ അലവൻസ് ലഭിക്കുന്നില്ല, അലവൻസ് ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രശാന്തിന് ഒരു വലിയ തിരിച്ചടിയാവുകയല്ലേ ഇത്? അനുശ്രീ, പ്രശാന്തിന് അനുകൂലമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം വി.കെ. പ്രശാന്ത് 25,000 രൂപയാണ് ഓഫീസ് ചെലവിനടക്കം വാങ്ങുന്നുവെന്ന്, അതായത് ഓഫീസിന്റെ വാടകയ്ക്കടക്കം വാങ്ങുന്നുവെന്ന വിമർശനമാണ് ഈ എം.എൽ.എ. ഓഫീസ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സ്വാഭാവികമായും അത് BJP കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. 25,000 രൂപ അലവൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ നഗരസഭയുടെ കെട്ടിടത്തിൽ ചെറിയ വാടകയ്ക്ക് മാത്രം നൽകി പ്രവർത്തിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകുന്ന മറുപടിയിൽ കാര്യങ്ങൾ തിരിച്ചാണ്. വി.കെ. പ്രശാന്തിന് എന്ന് മാത്രമല്ല എം.എൽ.എമാർക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് എന്ന നിലയിൽ ഒന്നും നൽകുന്നില്ല. അത് നിയമസഭ ആ രീതിയിൽ പണം നൽകുന്നില്ല എന്ന മറുപടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകുന്നത്. പകരം 25,000 നൽകുന്നുണ്ട്. അത് മണ്ഡല അലവൻസ് ആണ്. അത് ഈ ഓഫീസ് പ്രവർത്തനത്തിന് മാത്രം ഉപയോഗിക്കേണ്ട തുകയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് ഇത്രയും നാൾ ഈ BJP കേന്ദ്രങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 25,000 രൂപ വാങ്ങിയിട്ടും എന്തുകൊണ്ട് ഈ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കൌൺസിലർക്ക് പ്രവർത്തിക്കേണ്ട ഓഫീസിൽ എം.എൽ.എ. ഓഫീസിട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിലുള്ള ഒരു മറുപടി എന്ന രീതിയിൽ കൂടിയാണ് അപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരമൊരു വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ മറുപടിയിൽ തന്നെ 25,000 രൂപ എം.എൽ.എക്ക് മണ്ഡലത്തിലെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ നൽകുന്നില്ല എന്നാണ് നിയമസഭയുടെ മറുപടി. അരുൺ, അതുപോലെ തന്നെ ഈ പ്രശാന്തിന് ഇതില് വാടകക്കൊള്ളയിലെ സമഗ്ര അന്വേഷണത്തിൽ അതിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതിലെന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രശാന്തിന്റെ വാടകയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമല്ല ഇപ്പോൾ കോർപ്പറേഷൻ നടത്തുന്നത്. പകരം കോർപ്പറേഷൻ നടത്തുന്നത് ഈ വാടക കരാറുകളുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരമാണ് നഗരസഭാ ഭരണത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ചെറിയ വാടകയ്ക്ക് ആളുകൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ എടുക്കുകയും അത് മറിച്ച് വലിയ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സംഘടനകളുടെ ഓഫീസുകൾ ഈ നഗരസഭാ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലതൊക്കെ ബിനാമി പേരുകളിലാണ്. അത്തരം കാര്യങ്ങളിലേക്കാണ് സമഗ്രമായ അന്വേഷണം സഭാ ഭരണസമിതി നടത്തുന്നത്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ ഒരുപക്ഷെ പല പാർട്ടികളുടെയും നേതാക്കളുടെ പേരിലുള്ള കെട്ടിടങ്ങളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ പേരിലുള്ള കെട്ടിടങ്ങളാകാം. അത്തരം കാര്യങ്ങളിലേക്കാണ് പരിശോധനയും അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്